ഞാൻ മാഗി. ഞാനിപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? ട്രേവി ഫൗണ്ടൻ്റെ മുമ്പിലാണ്. ഫൊന്താന ഡി ട്രേവി. ഓക്കെ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, കൊറോണയൊക്കെ ആയതുകൊണ്ട്. എന്നാലും നോക്കിയാൽ ഇപ്പോൾ ഒരു 2:30 മണിയായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ സ്ഥലം ആൾക്കാരെ കൊണ്ട് നിറയും. ഏകദേശം 30,000 പേരോളം ഒരു ദിവസം വിസിറ്റ് ചെയ്യും. 2020 അല്ല, ബാക്കി വർഷങ്ങളിൽ ഏകദേശം 30,000 പേരോളം വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഫോന്താന ദി ട്രെവി. ഈ ലൊക്കാലിറ്റിയുടെ പേര് ട്രെവി എന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഫൗണ്ടന് ട്രെവി ഫൗണ്ടൻ എന്ന പേര് വന്നത്. ഈ ഫൗണ്ടൻ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൂടെ ഉണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 10 മനുഷ്യനിർമ്മിത ഫൗണ്ടനിൽ ഒന്നാണ് ട്രെവി ഫൗണ്ടൻ. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ ട്രെവി ഫൗണ്ടൻ എങ്ങനെ ഹിസ്റ്റോറിക്കൽ റോമിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ്, അത് നമ്മൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, റോം ഈസ് ബിൽറ്റ് ഓൺ ടോപ്പ് ഓഫ് 7 ഹിൽസ്. റോം ബിൽറ്റ് ചെയ്തിരിക്കുന്നത് 7 കുന്നുകളുടെ മേലിലാണ്. അപ്പോൾ കുന്നുകളുള്ള സ്ഥലമായതുകൊണ്ട് വെള്ളം ലഭിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പറയുന്നത് അഗസ്റ്റ് സീസറിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ അഗസ്റ്റ് സീസർ എന്ത് ചെയ്യുന്നറിയാമോ? അഗസ്റ്റ് സീസർ അറിയാമല്ലോ അല്ലേ, റോമിൻ്റെ ആദ്യത്തെ ചക്രവർത്തിയാണ്. അപ്പോൾ അഗസ്റ്റ് സീസർ എന്ത് ചെയ്തെന്നറിയാമോ? അക്വഡക്റ്റുകൾ നിർമ്മിച്ചു. അക്വഡക്റ്റുകൾ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ അത് അധികം പരിചയം ഉണ്ടാവില്ല. അക്വഡക്റ്റുകൾ എന്ന് വെച്ചാൽ ജലധാരകൾ എന്നർത്ഥം. അതായത് മൗണ്ടനുകളിൽ നിന്ന്, സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് മാറി മൗണ്ടനിൽ നിന്ന് മഴവെള്ളം വരുമ്പോൾ മൗണ്ടനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മനുഷ്യനിർമ്മിത തടാകങ്ങളിൽ കളക്ട് ചെയ്തിട്ട് അതുവഴി അവിടെ നിന്ന് ജലധാരകൾ വഴി സിറ്റിയിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് അക്വഡക്റ്റ് സിസ്റ്റം എന്ന് പറയും. ജലധാരകൾ വഴി സിറ്റിയിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണത്. അക്വഡക്റ്റ് 10 കിലോമീറ്റർ തുടങ്ങി 50 കിലോമീറ്റർ വരെ ദൂരത്തിലാകാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു മതിൽ പോലെ മാത്രമേ കാണുള്ളൂ, പക്ഷേ അതിനകത്തൂടെ വെള്ളം വരുന്നുണ്ടാവും. അപ്പോൾ അഗസ്റ്റ് സീസണിൻ്റെ സമയത്ത് ഏകദേശം 11 അക്വഡക്റ്റുകൾ അദ്ദേഹം നിർമ്മിച്ചു. ഇന്ന് 2020 6 അക്വഡക്റ്റ് ഇപ്പോഴും ആക്റ്റീവാണ്. റോമിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതിനായിട്ട് ഇന്നും അവർ ഉപയോഗിക്കുന്നത് ഈ 6 അക്വഡക്റ്റാണ്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അക്വഡക്റ്റാണ് ആക്വ വീർഗോ. അതിൻ്റെ അവസാനമാണ് ആക്വ വീർഗോ എന്ന് പറയുന്ന അക്വഡക്റ്റിൻ്റെ അവസാന ഭാഗമാണ് ഈ ട്രെവി ഫൗണ്ടൻ. ആക്വ വീർഗോ തുടങ്ങുന്ന എവിടെയാണെന്ന് അറിയാമോ? കസ്തൽ ഗന്തോൾഫോ നമുക്കറിയാമല്ലോ. അതായത് മാർപ്പാപ്പമാരുടെ സമ്മർ പാലസ് ആണ് കസ്തൽ ഗന്തോൾഫോ. ഇവിടുന്ന് ഏകദേശം 22 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ കസ്തൽ ഗന്തോൾഫോയിലുള്ള തടാകത്തിൽ നിന്ന് ആക്വ വീർഗോ എന്ന് പറയുന്ന ഒരു ജലധാര വഴി വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് ആ അക്വഡക്റ്റ് അവസാനിക്കുന്നത്. റോമിൻ്റെ സിറ്റി സെൻറ്ററിലുള്ള എല്ലാ പൈപ്പുകളിലേക്കും എല്ലാ റെസിഡൻസിലേക്കും ഒക്കെ വെള്ളം എത്തിക്കുന്ന ഒരു വാട്ടർ സോഴ്സാണ് ഇവിടെ കാണുന്നത്. ആക്വ വീർഗോ എന്നാണ് പറയുന്നത്. ട്രെവി ഫൗണ്ടൻ ഈ ലൊക്കാലിറ്റിയുടെ പേരായതുകൊണ്ട് മാത്രമുള്ള അതിൻ്റെ ഒരു പേരാണ്. റോമിൻ്റെ സെൻറ്ററിൽ ഏകദേശം 900 പൈപ്പുകളുണ്ട്, പബ്ലിക് പൈപ്പുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ പബ്ലിക് പൈപ്പുകളൊക്കെ ഇങ്ങനെ എപ്പോഴും അടച്ചേ ഇരിക്കുകയുള്ളൂ. പക്ഷേ റോമിൻ്റെ പബ്ലിക് പൈപ്പുകൾ ഒരിക്കലും അടച്ചിരിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. അത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. മലയിൽ നിന്ന് വരുന്ന മഴവെള്ളം തടാകത്തിലെത്തി തടാകത്തിൽ നിന്ന് ഏകദേശം 10-20 കിലോമീറ്റർ ദൂരമുള്ള ജലധാരകൾ വഴി ഇവിടെ പല അക്വഡക്റ്റുകളിലേക്ക് വന്നിട്ട് ഇവിടെ നിന്നാണ് ഈ പബ്ലിക് പൈപ്പുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ റോമിൽ വരുന്ന ടൂറിസ്റ്റിനോട് നമ്മൾ പറയാറുണ്ട്, വെൻ യു കം ടു റോം യു ബൈ 1 bottle of water and fill it up. നിങ്ങൾ റോമിൽ വരുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം മാത്രം മേടിച്ചാൽ മതി, പിന്നെ അത് ഫില്ല് ചെയ്താൽ മതി എന്ന് പറയും. കാരണം റോമിലുള്ള വെള്ളം ഭയങ്കര ഫേമസ് ആണ്. എപ്പോഴും നല്ല തണുപ്പായിരിക്കും. അതുപോലെ തന്നെ വളരെ പ്യുവറായിട്ടുള്ള വെള്ളമായിരിക്കും. കാരണം എങ്ങും കെട്ടി നിൽക്കുന്നില്ല. ഈ ജലധാരകളിലാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലായിട്ട് ഫിൽറ്റേഴ്സ് ഉണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സോഴ്സ് ഇങ്ങനെ ഫോഴ്സ് വഴി വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതൊരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യാറില്ല. അതാണ് റോമിലെ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത. അർബൻ ദി 8 എന്ന് പറയുന്ന ഒരു മാർപ്പാപ്പ 1650കളിൽ ക്വിരിനൽ പാലസിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കത് കാണാം. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ആ ടെറസിൽ വരുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ് ഈ ലൊക്കേഷൻ തിരഞ്ഞെടുത്തതും
അന്നത്തെ ഫേമസ് ആയിട്ടുള്ള ജാൻ ലോറൻസോ ബെർണീനി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് ഈ കോൺട്രാക്റ്റ് കൊടുത്തത്. അദ്ദേഹം തുടങ്ങി വെച്ചു. പക്ഷേ മാർപ്പാപ്പയുടെ മരണത്തിന് ശേഷം പിന്നീട് വന്ന മാർപ്പാപ്പന്മാർ അതിന് ഒരുപാട് ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. അപ്പോൾ വർക്ക് അങ്ങ് സ്റ്റോപ്പായിപ്പോയി. മാർപ്പാപ്പന്മാർ പലരും മാറി വന്നു. പിന്നീട് ജാൻ ലോറൻസോ ബെർണീനിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുന്നത് ആരെന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. തന്നെയുമല്ല, അന്നത്തെ കാലത്ത് മാർപ്പാപ്പന്മാർ റോയൽ ഫാമിലി എന്നൊക്കെ വരുന്നവരായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു കോൺട്രാക്റ്റ് ഒരാൾക്ക് കൊടുക്കുക, ഒരു വർക്ക് കേപ്പിംഗ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ചെയ്യുക എന്നുള്ളത് അത് അവരെ സംബന്ധിച്ചൊരു ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടെ ആയിരുന്നു. അപ്പോൾ ഓരോ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോഴും അവർ ഒരു മത്സരങ്ങൾ വെച്ചു. അപ്പോൾ മത്സരത്തിൽ ആര് ജയിക്കുന്നുവോ അവർക്കാണ് കോൺട്രാക്റ്റ് ലഭിച്ചിരുന്നത്. അങ്ങനെ ട്രെവി ഫൗണ്ടൻ്റെ കോൺട്രാക്റ്റിൻ്റെ ആ മത്സരം ജയിച്ചത് നിക്കോളാസ് ദ സാൽവി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹമാണ് ഏകദേശം 30 വർഷം എടുത്തിട്ട് ട്രെവി ഫൗണ്ടൻ്റെ വർക്ക് പൂർത്തിയാക്കിയത്. നിക്കോളാസ് ദ സാൽവി ട്രെവി ഫൗണ്ടൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു രസകരമായിട്ടൊരു കഥയുണ്ടായിരുന്നു. അതായത് അന്നത്തെ കാലത്ത് ഇവിടെ ഒരു ബാർബർ ഷോപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ട്രെവി ഫൗണ്ടൻ്റെ വർക്ക് എന്ന് വെച്ചാൽ അതൊരു ട്രാവറ്റൈൻ മാർബിളിലുള്ള കൊത്തുപണിയാണ്. അതിൻ്റെ ശബ്ദം എന്ന് വെച്ചാൽ ഭയങ്കര ദുസ്സഹമാണ്. അപ്പോൾ ഈ ബാർബർ ഷോപ്പിൽ നിന്നുള്ള ശബ്ദമുണ്ട്. അതുകൂടാതെ ഈ ട്രാവറ്റൈൻ മാർബിളിലുള്ള അടിക്കുമ്പോഴുള്ള ശബ്ദം അതൊക്കെ ഭയങ്കര ദുസ്സഹമായതുകൊണ്ട് ഒരു പ്രാവശ്യം നിക്കോളാസ് സാൽവിയോട് വന്ന് പറഞ്ഞു, ഇനി നിർത്തി പൊക്കോണോ, ഇല്ലെങ്കിൽ ഞാൻ നിനക്കെതിരായിട്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നിക്കോളാസ് സാൽവി പറഞ്ഞു, ഇത് മാർപ്പാപ്പ തന്ന കോൺട്രാക്റ്റാണ്, നിർത്തി പോകാനൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരുവാണ്, ഈ ഫൗണ്ടൻ്റെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ആസ്വദിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏറെക്കുറെ ഇതിൻ്റെ വർക്ക് അവസാനിപ്പിച്ചപ്പോൾ ബാർബർ ഷോപ്പിലിരുന്നാൽ പുറത്തൊന്നും കാണാതിരിക്കത്തക്ക വിധം ഒരു വലിയ കപ്പ് അവിടെ വെച്ച് ഈ ഫൗണ്ടൻ്റെ വ്യൂ കംപ്ലീറ്റ് ആയിട്ടും മറച്ചു കളഞ്ഞു. അപ്പോൾ വാതിലടച്ച് അകത്തിരുന്ന ഒരു പ്രതീതി പോലെയായി. അവസാനം അയാൾ ആ കട ഉപേക്ഷിച്ച് പോയി എന്നാണ് ചരിത്രം പറയുന്നത്. അന്ന് നിക്കോളാസ് ദ സാൽവി വച്ച ഏസ് ഓഫ് കപ്പ് എന്നാണ് അതിന് പറയുന്നത്. ആ കപ്പിൻ്റെ ഒരു സ്കൾപ്ചറാണ് ഇവിടെ ഇരിക്കുന്നത്. അഗസ്റ്റസ് സീസർ നിർമ്മിച്ച അക്വഡക്റ്റിൽ ഒന്നാണ് അക്വ വീർഗോ. അതുകൊണ്ട് അഗസ്റ്റസ് സീസറിൻ്റെ രൂപം നമുക്കിവിടെ കാണാം. വീർഗോ എന്നാൽ ഇംഗ്ലീഷിൽ വെർജിൻ എന്നർത്ഥം. അതുകൊണ്ട് ഒരു വെസ്റ്റൽ വെർജിൻ്റെ രൂപവും നമുക്കിവിടെ കാണാം. റോമക്കാരുടെ വെള്ളത്തിൻ്റെ ദേവനാണ് ഓഷ്യാനോസ്. ആ ദേവൻ്റെ തേര് തെളിക്കുന്ന ട്രൈറ്റൻസ് എന്നറിയപ്പെടുന്ന തേരാളികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. വെള്ളം ആരോഗ്യത്തിൻ്റെ സിംബലായതിനാൽ ആരോഗ്യത്തിൻ്റെ റോമൻ ദേവതയായ ഹെജീനയെയും വെള്ളം സമ്പത്തിൻ്റെ പ്രതീകമായതിനാൽ ഗോഡസ് ഫോർച്യൂണയെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 1762 30 വർഷത്തിനു ശേഷം ക്ലമൻ്റ് 14 മാർപ്പാപ്പയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. എങ്കിലും മറ്റ് പല മാർപ്പാപ്പമാരും ആർട്ടിസ്റ്റുമൊക്കെ ഈ ഫൗണ്ടൻ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവരുടെ പേരുകളും അവരുടെ കോട്ട് ഓഫ് ആംസും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഡോൾച്ചെ എ വീത, ത്രോയിങ് കോയിൻസ് ഇൻ ദ ഫൗണ്ടൻ എന്ന 2 ഫിലിം വഴിയാണ് ഈ ട്രെവി ഫൗണ്ടൻ ഇത്രയ്ക്ക് ഫേമസ് ആയത്. അതുകൊണ്ട് കാലങ്ങളായിട്ട് ടൂറിസ്റ്റ് ഇവിടെ വന്ന് 3 കോയിൻസ് ഇടുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആദ്യത്തെ കോയിനിട്ടാൽ എന്തായാലും തിരിച്ചു വരുമെന്നാണ് വിശ്വാസം റോമിലേക്ക്. രണ്ടാമത്തെ കോയിനിട്ടാൽ റോമിൽ നമ്മളൊരു സ്നേഹിതനെ കണ്ടെത്തുമെന്നാണ് വിശ്വാസം. മൂന്നാമത്തെ കോയിനിട്ടാലോ നമ്മളുടെ കല്യാണം ഇവിടെ വെച്ച് നടക്കും, ഈ റോമിൽ, ദ ഇറ്റേണൽ സിറ്റി എന്നറിയപ്പെടുന്ന ഈ റോമിൽ വെച്ച് കല്യാണം നടക്കും എന്നാണ് റോമക്കാരുടെ വിശ്വാസം.
ഇതെല്ലാവരുടെയും കാര്യത്തിൽ ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇത് മൂന്നും വാസ്തവമായി. ഓരോ ദിവസവും ഏകദേശം 3000 യൂറോയിലധികം ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. 2020 എക്സെപ്ഷനാണ് കേട്ടോ. റോമിൽ പലയിടത്തായി ഫ്രീ ഫുഡ് സ്റ്റാൻഡ് ഉണ്ട്, ഫ്രീ ക്ലോത്ത് സ്റ്റാൻഡുകളും ഉണ്ട്. ട്രെവി ഫൗണ്ടനിൽ നിന്ന് ലഭിക്കുന്ന ഈ പൈസ മുഴുവൻ കാരിത്താസ് എന്ന് പറയുന്ന ഒരു ചാരിറ്റി സൊസൈറ്റി വഴി ഈ ഫ്രീ ഫുഡ് ആൻഡ് ക്ലോത്ത് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഇനി ഈ ഫൗണ്ടൻ പലാറ്റ്സോ പോളിയുടെ ഒരു ഫസാഡായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പലാറ്റ്സോ പോളി റഷ്യയിലെ പ്രശസ്തയായ ഒരു പാട്ടുകാരി സിനൈദ എന്ന ഒരു രാജകുമാരിയുടെ പാലസാണ്. അവരുടെ രാത്രികാല ഡാൻസും പാട്ടും പാർട്ടികളുമെല്ലാം ഇവിടെയാണ് സംഘടിപ്പിച്ചിരുന്നത്. സിനൈദയുടെ മരണത്തിന് ശേഷം റോമിലെ കൗണ്ടി ഇത് ഏറ്റെടുക്കുകയും പിന്നീട് ഇതൊരു മ്യൂസിയമാക്കി മാറ്റുകയും ചെയ്തു. ഈ ഫൗണ്ടൻ്റെ മേലിൽ കാണുന്ന ജനലുകളിലൊന്ന് ഫേക്കാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് ഒരു കഥയുണ്ട് കേട്ടോ. ഈ കഥ വായ്മൊഴിയായി പറഞ്ഞു വരുന്ന ഒരു കഥ മാത്രമാണ്. ചരിത്ര ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നെനിക്കറിയത്തില്ല. അതായത് സിനൈദ അല്ലെങ്കിൽ സൈനൈദ എന്ന് പറയുന്ന രാജകുമാരിയുടെ ആത്മാവ് ഈ മ്യൂസിയത്തിൽ ഉണ്ട് എന്നും അവർക്ക് പാട്ട് പാടുവാൻ വെള്ളത്തിൻ്റെ ശബ്ദം പ്രശ്നമായെന്നും എല്ലാ ദിവസവും അർദ്ധരാത്രി ഈ മ്യൂസിയത്തിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഈ ജനാല വഴി ഈ ഫൗണ്ടനിലേക്ക് എറിയുമെന്നും എല്ലാ ദിവസവും രാവിലെ ഈ ഫൗണ്ടനിൽ ഓരോ സാധനങ്ങൾ കാണപ്പെടുമെന്നും റോമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു പ്രശ്ന പരിഹാരം എന്നോണം ആ വിൻഡോ അടച്ച് അതിനു പകരം അവിടെ ഒരു ഫേക്ക് വിൻഡോ നിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം ഞാനെല്ലാം കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ട്രെവി ഫൗണ്ടനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ടൂറ് കഴിഞ്ഞു. ഇനി ഒരു പുതിയ സ്ഥലം, പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.